ഒരു ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ദൈവത്തെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വീഡിയോ ഒന്നും അയച്ചു തരേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവത്തെ അറിഞ്ഞിരുന്നു. അതായത് ദൈവത്തെ അറിയുന്നതിന് വേണ്ടി ബൈബിൾ വായിച്ചാലും ഖുറാൻ വായിച്ചാലും വേദങ്ങൾ വായിച്ചാലും ദൈവത്തെ അറിയാൻ പറ്റും. അതോടൊപ്പം ചില പുസ്തകങ്ങൾ വായിച്ചാലും അതിനപ്പുറത്ത് ദൈവത്തെ അനുഭവിച്ചറിയുകയും അതോടൊപ്പം ദൈവത്തെ സമ്പാദിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂര്യനും ഇലക്ട്രിസിറ്റി മുഴുവനും സർവശക്തിയും ഒരുമിച്ച് ചേർന്നാൽ പോലും ദൈവശക്തിയുടെ ഒരു അംശം പോലും ആകുന്നില്ല. അത്രയും വലിയ സർവശക്തനാണ് ദൈവം. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മം എന്നതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എനർജികൾ ഒരുമിച്ച് ചേരുന്നതും ദൈവത്തോട് ചേർന്ന അവസ്ഥയാണ്. അതായത് പോസിറ്റീവ് എനർജിയിലൂടെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ സമ്പാദിക്കുന്നത് പോലെ തന്നെ നെഗറ്റീവ് എനർജിയിലൂടെയും നാം ദൈവത്തെ സമ്പാദിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജി ദൈവശക്തിയാവുമ്പോൾ നെഗറ്റീവ് എനർജി തിന്മയുടെ ശക്തിയായി തീരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ചിലപ്പോൾ ചിലർ എത്രത്തോളം അറിവുകളുണ്ടായാലും അവർ ദൈവത്തെപ്പറ്റി പറഞ്ഞു തരാറില്ല. കാരണം ദൈവത്തെ അറിഞ്ഞു ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവർ അവരിലുള്ള ഒരു തിന്മ പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു തിന്മ കണ്ടാൽ ഉടനെ പറയും, അവർ ദൈവത്തെ അറിഞ്ഞവനാണല്ലോ, അവൻ എന്തുകൊണ്ട് ദൈവത്തെപ്പറ്റി പറയുന്നു. അതുകൊണ്ട് പലപ്പോഴും പലരും ദൈവത്തെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കാത്തവരാണ്. ഈ അവസരത്തിൽ നമ്മുടെ അറിവുകളും നമ്മുടെ അനുഗ്രഹങ്ങളും മൂടി വയ്ക്കേണ്ടതല്ല. കാരണം ഒരു വ്യക്തിയിൽ തന്നെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും നെഗറ്റീവ് എനർജിയിലുള്ള തിന്മയുടെ ശക്തിയുടെ സംഭരണവുമുണ്ട്. അപ്പോൾ പ്രധാനമായും ഇതിനപ്പുറത്ത് ദൈവശക്തിയുടെ സംഭരണമായി തീരുക എന്നുള്ള തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആയതിനാൽ നമ്മൾ ആരെയും ഇക്കാര്യത്തിൽ വിധിക്കരുത്. അതേ വൈദികനല്ലേ, അവൻ സന്യാസിയല്ലേ, അവൻ പ്രത്യേകമായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലേ, പിന്നെ എന്തുകൊണ്ട് തിന്മ ചെയ്തു പോകുന്നുണ്ട് വിധിക്കരുത്. ആയതിനാൽ നിങ്ങളെല്ലാവരും ദൈവത്തെ പറ്റിയുള്ള അറിവ് തിരിച്ചറിവുണ്ടാകട്ടെ, ദൈവത്തെ സമ്പാദിക്കുന്നവരാകട്ടെ. ആയതിനാൽ ആരും പൂർണ്ണനാണെന്ന് വിശ്വസിക്കാതെ ദൈവത്തിലുള്ള അറിവ് സമുദ്രത്തിൽ ഒരു തുള്ളി മാത്രമേ ആകുന്നുള്ളൂ, അത്രത്തോളം ദൈവത്തെപ്പറ്റി അറിയാനുണ്ട്. ഈ തിരിച്ചറിവുണ്ടാകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കി ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ എല്ലാവരും ദൈവ സമാധാനം നയിക്കട്ടെ. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ